ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാമയുടെ വീട്ടിൽ നിന്നും മോഷണം പോയ ചന്ദ്രയുടെ 2 ലക്ഷം രൂപ അടിച്ചു മാറ്റിയത് രേവതിയാണെന്ന് വരുത്തി തീർക്കാനാണ് ചന്ദ്രയുടെ ശ്രമം. ചന്ദ്രോദയത്തിലോട്ട് ചെന്നിട്ട് ബാമയെ വിളിച്ചിട്ട് ചന്ദ്ര തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒറ്റയ്ക്കിരുന്ന് പറയുവാണ്. രേവതിയെ സംശയമുണ്ടെന്നോ? എന്ത് രേവതി മാത്രമേ വീട്ടിൽ വന്നിരുന്നുള്ളൂന്നോ? എന്തിനാ ബാമ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അഭിനയിക്കുന്നുണ്ട്. അവള് പൂ തരാനല്ലേ വന്നേന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, അതിന് ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ചന്ദ്രേ. അതൊന്നും കേൾക്കാതെ ചന്ദ്ര തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ഉത്തരങ്ങളും ചോദ്യങ്ങളും അങ്ങോട്ട് പറയുവാണ്. രേവതി മാത്രം അപ്പോൾ വീട്ടിൽ വന്നിട്ടുള്ളല്ലേ എന്നും പറഞ്ഞ് അവളെ സംശയിക്കുന്നത് ശരിയാണോ ബാമയെന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും സച്ചി ദേഷ്യം വന്നിട്ട് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുവാണേ. രേവതിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങുന്നുണ്ട്. രേവതി കരഞ്ഞോണ്ടിരിക്കുവാണ് അവിടെ നിന്ന്. ഫോൺ മേടിച്ചതിന് ശേഷം സച്ചി ദേഷ്യത്തിൽ തന്നെയാണ് ബാമേനോട് സംസാരിക്കുന്നത്. എന്താ ബാമാൻ്റെ ഇത്? രേവതിയെ പറ്റി എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ബാമ ആകെ വരേണ്ട അവസ്ഥയിലാണ്. എന്തു പറയണം എന്നറിയില്ല. സച്ചി ഇങ്ങനെ തട്ടിപ്പറിച്ച് ഫോൺ മേടിച്ച് സംസാരിക്കുന്നൊന്നും ബാമ വിചാരിക്കുന്നില്ലല്ലോ. ബാമ പറയുന്നുണ്ട്, അല്ല സച്ചി, അത് പിന്നെ വീട്ടിൽ നിന്നും പൈസ കാണാനില്ല എന്നൊക്കെ തപ്പിത്തടനെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പൈസ കാണാനില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം, അല്ലാതെ രേവതിയാണോ സംശയിക്കുന്നത്? രേവതി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ബാമാൻ്റെക്ക് തോന്നുന്നുണ്ടോ? രേവതി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. മറ്റുള്ളവരുടെ പണത്തിലോ സ്വർണത്തിലോ ഒന്നും ആഗ്രഹിക്കാത്തവളാ രേവതി. അവളെ പറ്റി ഇങ്ങനെ പറയുന്നത് തന്നെ തെറ്റാ. പൈസ കാണാനില്ലെങ്കിൽ ബാമാൻറ്റി ഞാൻ പറഞ്ഞതുപോലെ സ്റ്റേഷനിലോട്ട് പോയിക്കോ, ഞങ്ങളും അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് സച്ചി ഫോൺ കട്ട് ചെയ്യുവാണ്. പരാതി സ്റ്റേഷൻ എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതി ആകെ വല്ലാണ്ടാവുകയാണേ. അപ്പോൾ ശ്രീകാന്ത് വന്ന് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ബാമാൻറ്റി എന്താ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ എനിക്ക് ബാമാൻറ്റി ഒന്നും പറയുന്നതായിട്ട് തോന്നിയൊന്നുമില്ല, ഇവിടെ ഉള്ളവരാ ഓരോ കഥകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ചന്ദ്രനെ നോക്കിയിട്ട്. കാരണം സച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ബാമാൻറ്റി ഒരിക്കലും രേവതിയെ സംശയിക്കില്ല, ഇതൊക്കെ തൻ്റെ സ്വന്തം അമ്മയുടെ കളിയാണെന്നൊക്കെ സച്ചി തിരിച്ചറിയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, രേവതി മോളെ നീ എന്തിനാ ഈ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും, പിന്നെ ചെയ്യാത്ത കാര്യം തൻ്റെ തലയിൽ കെട്ടിവെച്ച് തരുമ്പോഴേക്കും ആർക്കാലും സങ്കടം വരൂലേ അങ്കിളെ, അതുകൊണ്ടാണ് രേവതി ചേച്ചി കരയുന്നതെന്നൊക്കെ വർഷ പറയുന്നുണ്ട്. ചന്ദ്രേ എന്താ ഇതൊക്കെയെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാനാ, ഇവള് മാത്രമേ ആ വീട്ടിലോട്ട് പോയിട്ടുള്ളൂ. ബാമയുടെ മുറിയിൽ കയറി തുണി മടക്കി വെച്ചതും ഇവളാ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, തുണി മടക്കി വെച്ചു എന്ന് കരുതി അടിച്ചു മാറ്റിയത് രേവതിയാവോ? രേവതിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാവോ എന്നൊക്കെ സച്ചി ചോദിക്കുവാണ്. രേവതി കരഞ്ഞോണ്ട് രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ ആരെന്ത് തെറ്റ് ചെയ്താലും എന്നെ എന്തിനാ ഇങ്ങനെ കുറ്റക്കാരിയാക്കുന്നത്? ഞാൻ എന്തിനാ ബാമാൻറ്റിയുടെ പൈസയൊക്കെ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ നീ കേട്ടില്ലേ, രേവതി ഒരു വീട്ടിലല്ല ഒരുപാട് വീടുകളിൽ ഇതുപോലെ പൂ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാമയുടെ വീട്ടിലും കൊണ്ടുപോയി കൊടുത്തു. അവിടുത്തെ പൈസ കാണാനില്ലെങ്കിൽ രേവതി എന്തിനാ കുറ്റക്കാരിയാക്കുന്നതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ദേ ഞാൻ ബാമയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നൊന്നുമല്ല, പക്ഷേ ഇവളുടെ കുടുംബം തന്നെ ഒരു കള്ളന്മാരുടെ കുടുംബമല്ലേ. എന്നിട്ട് ശരത്തിന്റെ കാര്യങ്ങളൊക്കെ എടുത്തിടുവാണ് ചന്ദ്ര. അതുകൊണ്ടാണ് ബാമയ്ക്ക് ഇവളെ സംശയം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം കയറി വരുവാണ്. അച്ഛാ അമ്മയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ അതിനെ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല, ഞാൻ ഇനിയും പറയും ഇവളുടെ കുടുംബം ഒരു കള്ളന്മാരുടെ കുടുംബം തന്നെയാണ്. ചന്ദ്ര വീണ്ടും വീണ്ടും അപമാനിക്കുകയും ആ മോഷണക്കുറ്റം രേവതിയുടെ തലയിൽ ചുമത്താൻ നോക്കുകയും ചെയ്യുവാണ്. സച്ചി ഇതൊന്നും കേട്ട് മിണ്ടാതിരിക്കുന്നില്ലേ, നല്ല ചുട്ട മറുപടി തിരിച്ച് ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. അച്ഛാ മണ്ഡപത്തിൽ ഞങ്ങളെല്ലാവരെയും കരയിപ്പിച്ചിട്ട് അച്ഛൻ്റെ പൈസയും അടിച്ചു മാറ്റി ഓടിപ്പോയവനാ ഇവൻ. അപ്പോൾ അവൻ കള്ളനല്ലേ? അതുപോലെ തന്നെ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കവറിങ് ആക്കി മാറ്റിയത് ഈ അമ്മയും അവനും കൂടിയാ. അപ്പോൾ ഈ വീട്ടിലുള്ളവരും കള്ളന്മാരല്ലേ? അതൊക്കെ എല്ലാവരും മറന്നുപോയോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാളുടെ തലയിൽ തെളിവുകളൊന്നും ഇല്ലാതെ മോഷണക്കുറ്റം ചുമത്തുന്നത് തന്നെ തെറ്റാണ് ആൻറ്റി. അതും രേവതി ചേച്ചിയെ പോലെ ഒരാൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വർഷ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണേ. അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട്, അമ്മേ വേറെ ആരും ചെയ്യില്ല എന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രേവതി ചേച്ചി ചെയ്തില്ലെന്നും വിശ്വസിച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അവൾ വിശ്വസിക്കില്ലടാ, അവളുടെ തലയിൽ രേവതിയെ എങ്ങനെയെങ്കിലും കുറ്റക്കാരിയാക്കണം, ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ എന്ന് രവീന്ദ്രൻ ദേഷ്യത്തിൽ തന്നെ പറയുവാണ്. നിനക്ക് അവളെ ഇഷ്ടമല്ലെന്ന് കരുതി അവളെ പറ്റി എന്ത് വേണമെങ്കിലും പറയാവോ ചന്ദ്ര എന്നൊക്കെ രവീന്ദ്രൻ ദേഷ്യത്തിൽ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര തൻ്റെ അടവ് പുറത്തിറക്കുവാണേ. കള്ളക്കരച്ചിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഞാനല്ല ബാമയാ പറയുന്നത്, എന്നെ വിശ്വസിച്ചിട്ട് ഡാൻസ് സ്കൂൾ നടത്താൻ സ്ഥലം തന്നവളാ അവള്, എൻ്റെ 30 വർഷത്തെ സുഹൃത്ത്. ഞാൻ ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കരയുവാണ്. അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവളോട് കൊണ്ടുവന്ന് തരാൻ പറയാന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും രേവതി പൊട്ടിക്കരച്ചിൽ കൂടുവാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ചന്ദ്രേ നീ ഇത് ബോധത്തോടെ തന്നെയാണോ സംസാരിക്കുന്നത്? എന്തു കൊണ്ടുവന്ന് തരാനാ പറയുന്നത്? അവൾ എന്തെടുത്തു എന്നാ നീ പറയുന്നത്? പണ്ട് നീ പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്ത് അവളുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരി നിന്റെ മുമ്പിൽ വെച്ചവളാ അവള്. എന്നിട്ട് സച്ചി മേടിച്ചു തരുന്ന ആഭരണങ്ങൾ മാത്രം ഇടൂന്ന് ശപഥവും എടുത്തു. സ്വർണത്തിലോ പണത്തിലോ അവൾക്ക് ഒരാഗ്രഹവും ഇല്ല. അവളെ പറ്റിയാ നീ വേണ്ടാത്തത് പറയുന്നത് ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്.
ഇവൾ ആ വീട്ടിൽ വന്നു പോയതിന് ശേഷം ആ പൈസ കാണാതായത്. ഇവളും സച്ചിയും ആ പൈസ പോയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും രവീന്ദ്രൻ വീണ്ടും ദേഷ്യപ്പെടുവാണ്. എന്തിനാ അവരതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണേ? എന്താ ഏതാ നടന്നെന്ന് പോലും അറിയില്ല. പിന്നെ എന്തിന്റെ പേരിലാ നീ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ചന്ദ്ര എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര തന്റെ കരച്ചിൽ കൂട്ടുവാണേ. ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യാനാ പറയുന്നത് നിങ്ങൾ? എനിക്കറിയില്ല, എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കരയുമ്പോഴേക്കും ശ്രുതി സമാധാനിപ്പിക്കുന്നുണ്ട്. ഞാനിനി ബാമയുടെ മുഖത്ത് എങ്ങനെ നോക്കും? 2 കോടീശ്വരന്മാരുടെ മക്കളായി വീട്ടിലുള്ളത്. ആ ഒരു അഭിമാനത്തെക്കാളും ഇവള് തരുന്ന അപമാനമായി എനിക്ക് കൂടുതലെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കരയുവാണ്. ഒരു സൈഡിലിരുന്ന് ചന്ദ്ര കരയുന്നു, മറ്റേ സൈഡിലിരുന്ന് രേവതിയും കരയുന്നു. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, മര്യാദക്ക് അവളോട് ആ പൈസ കൊണ്ടുവന്ന് തരാൻ പറയാന്ന് പറഞ്ഞ് കരയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പൈസ മോഷണം പോയിട്ടുണ്ടോ? എനിക്കിതൊക്കെ വെറുതെ പറയുന്നതായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ സന്തോഷം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഓരോ കഥകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. രവീന്ദ്രനും അതുതന്നെയാണ് ചന്ദ്രനോട് ചോദിക്കുന്നത്. നിന്റെ മനസ്സിൽ ഇപ്പം എന്താ ചന്ദ്രേ? ഇല്ലാത്ത കുറ്റം ഇവരുടെ തലയിൽ ചുമത്തിയിട്ട് ഇവരെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം, അതല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? നേരത്തെയും ഇതിനു വേണ്ടി തന്നെയല്ലേ നീ ബാമയുടെ വീട്ടിൽ പോയി ഇരുന്നത്? നിന്റെ ആ ഉള്ളിലിരിപ്പ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ചന്ദ്രേ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ എന്തൊക്കെ ശ്രമിച്ചാലും ശരി, ഈ സച്ചിൻ രേവതിയും രവീന്ദ്രന് ജീവനുള്ളിടത്തോളം കാലം ഈ വീട്ടിൽ നിന്നും പോവത്തില്ല. ഇനി അങ്ങനെ ഇവർ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാണെങ്കിൽ അത് ഈ രവീന്ദ്രൻ ചത്തതിന് ശേഷമായിരിക്കും എന്ന് രവീന്ദ്രൻ ഉറപ്പിച്ച് തന്നെ പറയുവാണ്. സച്ചി അത് കേൾക്കുമ്പോഴേക്കും വിഷമിക്കുവാണേ. സച്ചി ഓടി വന്ന് രവീന്ദ്രനോട് പറയുന്നുണ്ട്, എന്തിനാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരും ഈ വീട് വിട്ട് പോകാൻ പോകുന്നൊന്നുമില്ല. അച്ഛൻ വെറുതെ വിഷമിക്കണ്ട. രേവതി, നീയും കരയണ്ട. എന്ത് ചെയ്യണം നീ സച്ചിക്കറിയാം. നീ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞ് രേവതിയും വിളിച്ച് ടെറസിലോട്ട് പോവാണ്. ടെറസിലിരുന്ന് രേവതി കരച്ചിലോട് കരച്ചിലാണ്. സച്ചി സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും ഏക്കുന്നില്ല. രേവതി പറയുന്നുണ്ട്, എന്നെപ്പോലുള്ള പാവങ്ങൾ ജനിക്കാതിരിക്കുന്നതാ നല്ലത്. എന്തിനാ വെറുതെ ഈ മോഷണക്കുറ്റങ്ങളൊക്കെ തലേ ചുമന്ന് നടക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി, ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനും അച്ഛനും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. നിനക്കതറിയാലോ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? രേവതി അങ്ങനത്തെ ഒരു പെണ്ണല്ല. ഏത് കാലത്തായാലും ശരി അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് അച്ഛനും ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് തന്നെ വിശ്വാസം ഉണ്ടായാൽ മതി രേവതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ നടക്കുന്നത്? പൂ വിൽക്കുമ്പോൾ 1 രൂപ പോലും ഞാൻ ആരുടെ കയ്യിൽ നിന്നും കൂടുതൽ മേടിക്കാറില്ല. അത്രയ്ക്ക് സത്യസന്ധമായിട്ടാണ് ഞാൻ എല്ലാം നോക്കുന്നത്. പക്ഷേ എല്ലാ കുറ്റങ്ങളും എല്ലാ തെറ്റുകളും എൻ്റെ തലയിൽ തന്നെ വന്ന് വീഴുവാണെന്നൊക്കെ രേവതി പറയുവാണ്. നിന്നെക്കുറിച്ച് നിന്നെക്കാളും നന്നായിട്ട് എനിക്കറിയാവുന്ന നീ വിഷമിക്കണ്ടെന്നും സച്ചി പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഈ വിവരം പുറത്തെങ്ങാനും അറിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി പൂ കൊടുക്കാൻ പറ്റുമോ? എല്ലാ വീട്ടിലെയും പൂജാമുറിയിലും ഞാൻ ആ ദൈവത്തിനെ അലങ്കരിച്ച് പൂവൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഈ വിവരം എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വീടിൻ്റെ പരിസരത്ത് പോലും നിർത്തത്തില്ല. എൻ്റെ ബിസിനസ്സിനെ വരെ ഇത് ബാധിക്കും സച്ചിയേട്ടാന്നൊക്കെ പറഞ്ഞ് രേവതി വിഷമിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ രേവതി ഇങ്ങനെ എഴുതാപ്പുറമൊക്കെ വായിക്കുന്നത്? അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്നെപ്പറ്റി എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. ഓരോന്നും വെറുതെ ആലോചിച്ച് കൂട്ടി വിഷമിക്കല്ലേ രേവതി എന്നൊക്കെ സച്ചി പറയുവാണ്. നീ വേണമെങ്കിൽ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നോ, നിന്റെ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടും. ഇവിടെ നിന്ന് അമ്മ വെറുതെ നിന്നെ കുത്തി നോവിക്കും എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്തിനാ സച്ചിയേട്ടൻ ഞാൻ വീട് വിട്ടു പോകുന്നത്? ഞാൻ വീട്ടിലോട്ട് പോയി നിന്നാലും അമ്മ ആ പറയുന്നതൊന്നും നിർത്താൻ പോകുന്നില്ല. അത് മാത്രമല്ല, തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓടിപ്പോയതെന്ന് വരെ അവർ പറയും. ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ നിന്നോളാം എന്നൊക്കെ പറയുവാണ്. അത് മാത്രമല്ല, ഈ വിഷയം വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അമ്മക്ക് ഭയങ്കര വിഷമാവുമെന്നും ശരത്തിൻ്റെ വിഷയം ഇപ്പോൾ ഒതുങ്ങിയേ ഉള്ളൂ, അമ്മ സന്തോഷത്തോടെ കഴിയുവാണെന്നും ഇനി ആ സന്തോഷം ഞാനായിട്ട് കിടത്തണ്ട എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാ ശരി, നീ ഇവിടെ തന്നെ നിന്നോ രേവതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് ബാമാൻറ്റി അങ്ങനെ പറഞ്ഞതെന്ന് ഓർക്കുമ്പോൾ കൂടുതൽ സങ്കടം വരുന്നു സച്ചിയേട്ടാ. എന്നോട് നല്ല സ്നേഹത്തിലാണ് ബാമാൻറ്റി സംസാരിക്കുന്നത്. ആ ബാമാൻറ്റിക്ക് തന്നെ എന്നെ സംശയമാണെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് കരയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി, ഇത് ബാമാൻറ്റി പറഞ്ഞതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നമ്മുടെ അമ്മയുടെ കളിയാണ്. ആ ഫോൺ ചെയ്യുമ്പോൾ നീ ശ്രദ്ധിച്ചായിരുന്നില്ലേ? അമ്മ തന്നെ ചോദ്യവും പറയും, അമ്മ തന്നെ ഉത്തരവും പറയും. ഇതൊക്കെ അമ്മയുടെ ഒരു സ്ക്രിപ്റ്റ് നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ബാമാൻറ്റിയെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാം. ബാമാൻറ്റി ഒരാളെയും ഇങ്ങനെ കുറ്റപ്പെടുത്തിയൊന്നും സംസാരിക്കുന്ന ആളല്ല. അമ്മ ഓരോന്ന് പറയുമ്പോഴും ബാമാൻറ്റി എപ്പോഴും പറയാറുണ്ട്, അങ്ങനെയൊന്നും പറയല്ലേ ചന്ദ്രയെന്ന് എടുത്തു പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഥയിൽ എനിക്ക് വിശ്വാസമില്ല. എന്താ നടന്നതെന്ന് ഞാൻ തന്നെ നേരിട്ട് പോയി ബാമാൻറ്റിയോട് ചോദിക്കാം. അപ്പോഴീ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ സച്ചി പറയുവാണ്. ബാമാൻറ്റി അങ്ങനെ ഒന്നും പറയത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് സച്ചിക്കുള്ളത്. രേവതിയെ അത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്.
എന്നിട്ട് സച്ചി നേരെ പോകുന്നത് ബാമയുടെ വീട്ടിലോട്ടാണ്. സച്ചിയെ കാണുന്നതും ബാമ ആകെ വല്ലാണ്ടാവുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കും, എന്താ ബാമാൻറ്റി എന്നോട് അകത്ത് കയറി ഇരിക്കാനൊന്നും പറയുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാമ പറയും, ഹാ മോനെ വാ വന്നിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഏയ് ഒന്നും വേണ്ട, ബാമാൻറ്റി ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ബാമയെ അവിടെ എത്തുവാണ്. ബാമയെ കൊണ്ട് എങ്ങനെയെങ്കിലും എന്താ നടന്നത്, ഇതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് സച്ചി ആ വീട്ടിലോട്ട് വന്നു കയറിയിരിക്കുന്നത്. സച്ചി പറയുന്നുണ്ട് ബാമേനോട്, നടന്ന കാര്യങ്ങളൊക്കെ ബാമാൻറ്റി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, രേവതി അങ്ങനെയൊന്നും ചെയ്യത്തില്ല ബാമാൻറ്റി, അതും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലാണെന്നൊക്കെ പറയുമ്പോഴേക്കും ബാമക്കും ഭയങ്കര സങ്കടവുമാണ്. അവളോട് വിഷമിക്കണ്ട, എല്ലാം ശരിയാവുമെന്ന് പറ സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എങ്ങനെയാ എല്ലാം തന്നെത്താനെ ശരിയാവത്തൊന്നുമില്ല ബാമാൻറ്റി, നമ്മളായിട്ട് ശരിയാക്കിയാലേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് സച്ചി. എന്നിട്ട് സച്ചി ബാമേനോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി മനസാക്ഷിയെ തൊട്ട് പറ ആൻറ്റി, രേവതിയാണ് ആ 2 ലക്ഷം എടുത്തതെന്ന് ആൻറ്റി വിശ്വസിക്കുന്നുണ്ടോ? സ്വന്തം മനസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും പുറത്ത് പ്രകടിപ്പിക്കാത്തവൾ അവൾ, എനിക്ക് വിഷമാവൂന്ന് കരുതി എന്നോട് പോലും പറയാറില്ല. എൻ്റെ അമ്മയ്ക്കും അവളെ ഇഷ്ടമല്ല, ബാമാൻറ്റിക്കും അവളെ ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ബാമാൻറ്റിനോട് അവൾക്ക് ഭയങ്കര കാര്യമാണ്, എൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, കാരണം അവൾക്കത് ശീലമായി. പക്ഷേ ബാമാൻറ്റി പറഞ്ഞു എന്ന് അവൾ അറിഞ്ഞപ്പോഴേക്കും, ആ പണം മോഷ്ടിച്ചതിൽ രേവതിയെ സംശയമുണ്ടെന്ന് ആൻറ്റി പറഞ്ഞെന്ന് അവൾ അറിഞ്ഞപ്പോഴേക്കും സഹിക്കാൻ പറ്റുന്നില്ല, അവൾ തകർന്നു പോയി പൊട്ടിക്കരയുവാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ബാമയ്ക്കും ഭയങ്കര വിഷമാവുകയാണ്, ബാമയുടെ കണ്ണും നിറഞ്ഞു വരുന്നുണ്ട്. സച്ചി ഭയങ്കര ഇമോഷണലായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്, ആൻറ്റി ഈ വീട്ടിലെ പാർലറേട്ടത്തി ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്, അതുപോലെ തന്നെ വർഷയും ഇടയ്ക്ക് വരാറുണ്ട്. പൈസ മോഷണം പോയപ്പോൾ ആൻറ്റിക്ക് അവരെ ഒന്നും സംശയം തോന്നിയില്ലല്ലേ, രേവതിയെ മാത്രം സംശയിച്ചുള്ളൂ, കാരണം രേവതി പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണല്ലോ, എൻ്റെ അമ്മയെ പോലെ തന്നെ ആൻറ്റിയും ചിന്തിക്കാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ സച്ചി ഭയങ്കര വിഷമത്തിൽ ചോദിക്കുവാണ്. ബാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒന്നുകൂടെ സങ്കടാവുകയാണ്. സച്ചി, കാശും പണവും നോക്കിയല്ല ഞാൻ ഒരാളോട് ഇടപഴകുന്നത്, രേവതി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ ഒരിക്കലും രേവതിയെ സംശയിച്ചിട്ടില്ല സച്ചി എന്നൊക്കെ പറഞ്ഞ് ബാമ കരയുവാണ്. അവൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവളാണ്, മറ്റുള്ളവരുടെ പണത്തിന്മേൽ അവൾക്കൊരു നോട്ടം പോലും വീഴില്ലാന്ന് എനിക്ക് ഉറപ്പാൻ മോനെ, ഞാൻ അവളെ സംശയിച്ചിട്ടില്ല എന്നൊക്കെ ബാമ പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ബാമാൻറ്റി തന്നെയല്ലേ ഫോൺ വിളിച്ചപ്പോൾ അമ്മേനോട് അങ്ങനെ പറഞ്ഞേന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ബാമ ഒന്നും മിണ്ടുന്നില്ലേ. സച്ചി പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്നത് ആൻറ്റിയെ, എൻ്റെ അമ്മ എന്നെ അകറ്റി നിർത്തുമ്പോഴും എനിക്ക് സ്നേഹം തന്നിരുന്നത് ആൻറ്റിയാണ്, ആ ആൻറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും രേവതിക്കും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അവൾ ആകെ തകർന്ന അവസ്ഥയിലാണ് ആൻറ്റി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അവളെ ഒറ്റയ്ക്ക് വിട്ട് വരാൻ എനിക്ക് പേടിയായിരുന്നു, കാരണം മോഷണക്കുറ്റമല്ല അവളുടെ തലയിൽ വന്നിരിക്കുന്നത്, ആ ഒരു ഇതിൽ അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന് വരെ എനിക്ക് പേടിയുണ്ടെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും, എൻ്റെ മോനെ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ എന്നൊക്കെ ബാമ പറയുന്നുണ്ട്. എനിക്കവളെ സംശയമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മോനെ, അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാണെന്നൊക്കെ ബാമ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ബാമാൻറ്റി ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ അമ്മ ആ കുറ്റം അവളുടെ തലയിൽ കെട്ടിവെക്കാൻ തന്നെയാണ് നോക്കുന്നത്, ഇതിൽ നിന്നൊക്കെ രേവതിയെ രക്ഷിക്കണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ആൻറ്റി ഇപ്പം തന്നെ പോലീസിനെ വിളിച്ച് ഈ വിവരം പറയാമെന്ന് പറയുമ്പോഴേക്കും ബാമ ഒന്ന് ഞെട്ടുവാണേ. പോലീസിലൊക്കെ എന്തിനാ വിളിക്കുന്നത് മോനെ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പിന്നെ മോഷണം നടന്നതിനെ പോലീസിൽ അറിയിക്കണ്ടേ, ആൻറ്റിക്ക് സംശയമുള്ളവരുടെ എല്ലാവരുടെയും പേരും പറഞ്ഞു, രേവതിയുടെ പേരും പറഞ്ഞു, തെറ്റ് ചെയ്തത് ആരാണെന്ന് അവർ കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ സച്ചി പറയുവാണ്. ബാമ ആകെ പെട്ട അവസ്ഥയിലാകുവാണേ. ഞാൻ തന്നെ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ എടുക്കുവാണേ പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാമ പറയും, അയ്യോ വേണ്ട മോനെ വിളിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആൻറ്റി എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്, മോഷണമായി ഈ വീട്ടിൽ നടന്നിരിക്കുന്നത്, തെറ്റ് ചെയ്തവരാരായാലും അവരെ പോലീസ് തന്നെ കണ്ടുപിടിച്ചോളും, ആൻറ്റി പേടിക്കണ്ട, ആൻറ്റിയുടെ മോൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവിടെ നിന്ന് അയച്ചു തരുന്ന പൈസയല്ലേ, അതിന് അത്രയും വിലയുണ്ട്, കഷ്ടപ്പാടിൻ്റെ വിലയുള്ള പൈസയാണ്, അത് നമുക്ക് കണ്ടുപിടിക്കണം, ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി വീണ്ടും ഫോൺ എടുക്കുമ്പോഴേക്കും ബാമ പറയും, മോനെ ഫോണൊന്നും വിളിക്കണ്ട മോനെ, അതെൻ്റെ കാശല്ല എന്ന് പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ സൂക്ഷിച്ച് ബാമയെ നോക്കുവാണേ. എന്താ ആൻറ്റി ഇപ്പോൾ പറഞ്ഞത്, ആൻറ്റിയുടെ കാശല്ലെന്നോ, പിന്നെ അത് ആരുടെ കാശാന്ന് ചോദിക്കുമ്പോഴേക്കും ബാമ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്, ആൻറ്റിയുടെ കാശല്ലെങ്കിൽ പിന്നെ അത് ആരുടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, അത് ചന്ദ്രയുടെ കാശാന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ചോദിക്കും, അമ്മയുടെ കാശോ, അമ്മയുടെ കയ്യിൽ എങ്ങനെയാ ഇത്രയും കാശ് വന്നതെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴേക്കും ബാമ പിന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും സച്ചിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ശരത്തിൻ്റെ വക്കീൽ ഇവിടെ വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ബാമ ഇങ്ങനെ സച്ചിയെ വിഷമത്തോടെ നോക്കുന്നുണ്ട്. പറ ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും ബാമ ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാൻ ആ വക്കീലിനെ തന്നെ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, വേണ്ട സച്ചി വിളിക്കല്ലേ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, എന്നാൽ പറ ആൻറ്റി എന്താ നടന്നതെന്ന് പറയുമ്പോഴേക്കും ബാമ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണേ. ശരത്തിൻ്റെ വക്കീൽ ഇവിടെ വന്നായിരുന്നു, കേസ് പിൻവലിക്കുവാണെങ്കിൽ 2 ലക്ഷം രൂപ തരാമെന്ന് ചന്ദ്രനോട് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും സച്ചിക്കത് ഭയങ്കര ഷോക്കാവുകയാണ്.
2 ലക്ഷം കിട്ടിയത് കൊണ്ടാ ചന്ദ്ര ആ കേസ് പിൻവലിച്ചതെന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. ആ പൈസയാ മോനെ അതെന്ന് പറയുമ്പോഴേക്കും സച്ചി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കുവാണേ. തെറ്റ് ചെയ്യുന്നവരൊക്കെ ചുറ്റുള്ളവരൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ആ കുറ്റങ്ങളൊക്കെ രേവതിയുടെ തലയിൽ കെട്ടിവെക്കുവാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, മോനെ സച്ചി, ഞാൻ ഒരിക്കലും രേവതിയെ സംശയിച്ചിട്ടില്ല, ചന്ദ്ര അങ്ങനെയൊക്കെ ചെയ്തേന്നൊക്കെ പറയുവാണ്. അവൾ ഇവിടുന്ന് തന്നെ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ അവളോട് പറഞ്ഞതാ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, രേവതി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഞാൻ അവളെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി സച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ശരി ശരി അത് വിട്. അമ്മ പെട്ടെന്ന് കേസ് പിൻവലിച്ചപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതിൻ്റെ പുറകിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന്. ഇപ്പം എനിക്കത് ഉറപ്പായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് സച്ചി നല്ല ദേഷ്യത്തിൽ തന്നെ ഭാമയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.